പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. ചേത്തക്കൽ സ്വദേശികളായ അജോയ്, അരവിന്ദ്, ശ്രീകുട്ടൻ എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് 24-കാരനായ അമ്പാടി സുരേഷിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. പ്രത്യേക പോലീസ് സംഘം എറണാകുളത്ത് നിന്നും പിടികൂടിയ 3 പ്രതികളെയും റാന്നി പോലീസ് സ്റ്റേഷനിലെത്തിക്കും. ഇന്നലെ രാത്രി സംഭവത്തിന് ശേഷം കുന്നംഭാഗത്ത് കാർ ഉപേക്ഷിച്ച് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. റാന്നി ബെവറേജിന് സമീപം പിടിയിലായ പ്രതികളടങ്ങുന്ന സംഘവും കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിന്റെ കൂട്ടരും ചേരിതിരിഞ്ഞ് നടത്തിയ സംഘർഷത്തിന് പിന്നാലെയായിരുന്നു കൊലപാതകം. മന്ദപരത്തിയിൽ വെച്ച് ഏറ്റുമുട്ടാമെന്ന വെല്ലുവിളിയും ഇരു സംഘങ്ങളും നടത്തി. രാത്രി 8 മണിയോടെ അമ്പാടി സുരേഷിന്റെ സംഘമാണ് കാറിൽ ആദ്യം മന്ദപരത്തിയിലെത്തിയത്. പുറത്തിറങ്ങി റോഡ് മുറിച്ചു കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികളടങ്ങിയ എതിർസംഘം കാറിലെത്തി അമ്പാടിയെ ഇടിച്ചിട്ട ശേഷം ശരീരത്തിൽ കൂടി വാഹനം കയറ്റിയിറക്കി. ആദ്യം അപകട മരണമെന്ന അനുമാനത്തിലാണ് പോലീസ് എത്തിയത്. പിന്നീട് സംശയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമെന്ന് വ്യക്തമായി. മകന് ഒരാളുമായി ശത്രുതയില്ല എന്നാണ് അമ്പാടിയുടെ പിതാവ് പറയുന്നത്. ആദ്യം പറഞ്ഞത് ഒരു ആക്സിഡന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീടാണ് ഞാൻ ഇന്ന് രാവിലെയോടൊക്കെ കൂടിയാണ് അറിയുന്നത് ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, മനഃപൂർവ്വം വണ്ടി ഇടിച്ചാണെന്നുള്ളത് ഞാൻ രാവിലെ അറിയുന്നു. അതിനുശേഷം പോലീസ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു മർഡർ അറ്റംപ്റ്റാണ്, അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയാം. രാവിലെയാണ് ഞാൻ അറിയുന്നത്. അത് പോലീസ് വന്ന് പറഞ്ഞു അങ്ങനെ അല്ലാതെ ഒരു ആക്സിഡൻ്റ് അല്ല, ഒരു അറ്റൻഡാണ് എന്ന് പറഞ്ഞു. ഇല്ല, അവനങ്ങനെ വഴക്കൊന്നും പോകുന്ന ആളല്ല. അമ്പാടിയും പിടിയിലായ സംഘങ്ങളും തമ്മിൽ നേരത്തെയും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പോലീസ് കണ്ടെത്തും. ജനം, പത്തനംതിട്ട.